അത്തരം പോയിസന്റെ കൂടെ നമ്മൾ മെറ്റീരിയലായി ഉപയോഗിക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ ബോഡിയുടെ റിക്രിയേഷനോ അല്ലെങ്കിൽ നമ്മളുടെ ബോഡിയെ ഒരു കോൺഷ്യസ് സ്റ്റേറ്റിൽ നിന്ന് മറ്റൊരു സ്റ്റേറ്റിലേക്ക്, ഒരു പെർസെപ്ഷനിലേക്ക് മാറ്റാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന എന്തും ഒരു ഡ്രഗാണ്. അപ്പം ഡ്രഗ് എന്ന് പറയുന്നത് നമ്മൾ ഈ ഉപയോഗിക്കുന്ന ലഹരി മാത്രമല്ല ഡ്രഗ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം കറക്റ്റായിട്ടല്ല ഉപയോഗിക്കുന്നതെങ്കിൽ അതൊരു അഡിക്റ്റീവായിട്ടുള്ള ഒരു ലഹരിയായിട്ട് തന്നെ മാറും. ഒരു ലഹരിക്ക് എന്താ പറയുക കാരണമാകുന്ന ഒന്നാണ്. നമ്മൾ കാണുന്ന വിഷ്വൽസ്, നമ്മളിപ്പം സ്ഥിരമായി ഏതെങ്കിലും ഒരു പ്രത്യേക പാറ്റേണിലുള്ള വീഡിയോസ് കാണുന്നു, അല്ലെങ്കിൽ പ്രത്യേക പാറ്റേണിലുള്ള സിനിമകൾ ഇഷ്ടപ്പെടുന്നു, വയലൻസ്, പോൺ, അല്ലെങ്കിൽ മറ്റെന്താണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന അത്തരം കണ്ടൻസ്, ഇതെല്ലാം ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് കയറി കഴിഞ്ഞാൽ ഇതൊക്കെ നമ്മുടെ ബോഡിക്കും ബ്രെയിനിനും കേടാണ്. അപ്പം ബാലൻസ്ഡ് അല്ലാതെ ഉപയോഗിക്കുന്ന എന്താണെങ്കിലും അതെല്ലാം നമ്മുടെ 5 സെൻസസിലേക്കും ആ ബാലൻസിന് അപ്പുറത്തേക്ക് നമ്മൾ കയറ്റുന്നത് എന്താണെങ്കിലും അതെല്ലാം നമ്മുടെ ബോഡിക്ക് ലഹരി തന്നെയാണ്. ഇനി ചോദിച്ച ചോദ്യം, കള്ളും വൈനൊക്കെ എങ്ങനെയാണ് ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ, കള്ള് കമ്പാരിറ്റീവ്ലി കുറച്ചുകൂടെ ഭേദപ്പെട്ട ലഹരിയാണ്. കാര്യം ഒരു ലാബിൽ ക്രിയേറ്റ് ചെയ്യുന്ന അല്ലാത്തതുകൊണ്ട് കുറച്ചുകൂടെ നാച്ചുറലായിട്ട് നമ്മൾ ഉണ്ടാക്കുന്നതല്ലേ. പക്ഷെ ഇതിന് ഏതൊരു ലഹരിയും നെഗറ്റീവ് ആവുന്ന അതിൻ്റെ റെസ്പോൺസിബിൾ ലിമിറ്റ് ക്രോസ് ചെയ്യുമ്പോഴാണ്. ഇപ്പം വിദേശികളൊക്കെ കള്ളുടിക്കും, അവരൊക്കെ മദ്യം കഴിക്കുമ്പോൾ ഒരു 2 പെഗ്ഗൊക്കെ അടിച്ച് അല്ലെങ്കിൽ ഒരു 3 പെഗ്ഗിലൊക്കെ വളരെ മെല്ലെ സിപ്പ് ചെയ്തൊക്കെ അവർ മദ്യം കഴിക്കുക. നമ്മുടെ നാട്ടിലുള്ളവർക്ക് ആ പരിപാടി അറിഞ്ഞുകൂടും. നമുക്കിങ്ങനെ മദ്യം കമിഴ്ത്തണം, ഒറ്റ ഗ്ലാസ്സിന് ഇങ്ങനെ ഒറ്റടിക്ക് കമിഴ്ത്തി, കുപ്പി അങ്ങനെ തന്നെ കമിഴ്ത്തി, എന്നിട്ട് നമുക്ക് ബോധമില്ലാതെ 4 കാര്യം നടക്കണം. അതാണ് നമ്മളെ സംബന്ധിച്ചിട്ട് കള്ളുകുടി. അതല്ലാതെയും കള്ളുകുടിക്കാൻ പറ്റും. നമ്മുടെ പണ്ടുള്ള ആൾക്കാരൊക്കെ അങ്ങനെ നല്ല രീതിയിൽ കള്ളുടിച്ചിരുന്ന ആൾക്കാരാണ്. കള്ള് മാത്രമല്ല, ഏതൊരു ലഹരിയായെങ്കിലും അത് റെസ്പോൺസിബിളായി ഉപയോഗിക്കുക എന്ന് പറയുന്നത് നമ്മളുടെ ഒരു കഴിവും തീരുമാനമൊക്കെയാണ്. അത് റെസ്പോൺസിബിൾ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റാതെ വരുന്നത് അത് അഡിക്ഷനിലേക്ക് കയറുമ്പോഴാണ്. നമ്മൾ ഏതൊരു ഡ്രഗ് ഉപയോഗിക്കുമ്പോഴും നമുക്ക് കിട്ടുന്ന ഫസ്റ്റത്തെ എക്സ്പീരിയൻസ്, ആ എക്സ്പീരിയൻസ് നല്ലതാണെങ്കിൽ നമ്മൾ ആ ഡ്രഗ് വീണ്ടും ഉപയോഗിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ നമുക്കൊരു വളരെ നല്ലൊരു സ്റ്റേറ്റ് ഓഫ് മൈൻഡിലേക്കാണ് ആ ഡ്രഗ് നമ്മൾ എത്തിക്കുന്നതെങ്കിൽ നമ്മൾ വീണ്ടും എന്തായാലും എപ്പോഴെങ്കിലും അത് ട്രൈ ചെയ്ത് നോക്കും. ഇനി ഫസ്റ്റ് എക്സ്പീരിയൻസ് വളരെ നെഗറ്റീവാണ്, അല്ലെങ്കിൽ ഒരു ബാഡ് എക്സ്പീരിയൻസ് ആണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ നമ്മൾ പിന്നീട് ആ ലഹരി ഉപയോഗിക്കാനുള്ള സാധ്യത വളരെ കുറവായിരിക്കും. അങ്ങനെയാണ് എന്തും അങ്ങനെയാണ്. നമുക്ക് നമ്മുടെ ആദ്യത്തെ എക്സ്പീരിയൻസ് നല്ലതാണെങ്കിൽ നമുക്ക് പിന്നീട് അതിനോടൊരു താല്പര്യം ഉണ്ടാവുള്ളൂ. അപ്പം ഈ കള്ള്, വൈൻ തുടങ്ങിയ അതൊരു ലഹരി ആണോ എന്ന് ചോദിച്ചാൽ ലഹരിയാണ്. കാര്യം നമ്മളുടെ ഒരു സ്റ്റേറ്റ് ഓഫ് നമ്മുടെ കോൺഷ്യസ്നെസ്സിനെ ഒരല്പം ഓൾട്ടർ ചെയ്യുന്ന ഒരു സാധനമാണ്. അപ്പം അതിൽ ലഹരിയുടെ അംശമുണ്ട്. അത് ഓവറായിട്ട് പിടിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ നമ്മുടെ ബോഡിക്കും ശരീരത്തിനും ബ്രെയിനൊക്കെ കേടാണ്. എന്നാൽ അത് ആവശ്യമായ അളവിൽ ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമുക്കത് കേടുണ്ടാക്കില്ല. എന്ന് വെച്ചിട്ട് ഉപകാരമാകും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ നമ്മളുടെ ബോഡിക്ക് ഒരു ആരോഗ്യത്തെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ നമുക്ക് പറ്റും. അത് നമ്മൾ ഉപയോഗിക്കുന്നതിൻ്റെ അളവിനെ അനുസരിച്ചിരിക്കും. അത് ഈ പറഞ്ഞ ഏത് ഡ്രഗായാലും. ഇനി ഈ പറഞ്ഞ ഡ്രഗ്സിൽ തന്നെ ഹെറോയിൻ, സിന്തറ്റിക് കാനബിനോയിഡ്, കെറ്റമിൻ, അത്തരം ഡ്രഗ്സ് ഒന്നും ഒരു കാരണവശാലും ഉപയോഗിക്കാതിരിക്കുക. ഇതിൽ നിന്നൊക്കെ ഉണ്ടാവുന്ന കോൺസിക്വൻസ് നമുക്ക് ചിലപ്പോൾ റിവേഴ്സ് ചെയ്തെടുക്കാൻ പറ്റില്ല. മദ്യപിച്ചുണ്ടാവുന്ന കോൺസിക്വൻസ് കുറച്ചൊക്കെ റിവേഴ്സ് ചെയ്യാൻ പറ്റും, പക്ഷെ എല്ലാം റിവേഴ്സ് ചെയ്യാൻ പറ്റില്ല. മാരേജ് ചെയ്യാൻ ഉപയോഗിക്കുന്ന കോൺസിക്വൻസ് കുറേയൊക്കെ നമുക്ക് ഇത് ചെയ്യാൻ പറ്റും, പക്ഷെ കുറച്ചൊക്കെ അതിനകത്തും ബാധിക്കും. പക്ഷെ ചില ഡ്രഗ്സ് എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും റിവേഴ്സ് ചെയ്തെടുക്കാൻ പറ്റാത്ത തരത്തിലുള്ള ബുദ്ധിമുട്ടുകളാണ് നമ്മുടെ ബ്രെയിനിലും ബോഡിയിലും ഉണ്ടാക്കുക. അപ്പം അത്തരം ഡ്രഗ്സ് ലൈഫിൽ ഉപയോഗിക്കാതിരുന്നാൽ നിങ്ങളുടെ ഫ്യൂച്ചറൊക്കെ വളരെ നല്ല രീതിയിൽ സെറ്റാവും. ഒരിക്കലും ഡ്രഗ്സിലേക്ക് വീണുപോയി കഴിഞ്ഞാൽ പിന്നെ നമുക്കതിൽ തിരിച്ചു കയറാൻ വലിയ പാടാണ്. ഇത് തിരിച്ചു കയറാൻ പാടെന്ന് വെച്ചാൽ ഈ ഓരോ തവണ അത് ഉപയോഗിക്കുമ്പോഴും നമ്മുടെ ബോഡി ഡോപ്പമിൻ പ്രൊഡ്യൂസ് ചെയ്യും. നേരത്തെ പറഞ്ഞ പോലെ റിവാർഡ് ഹോർമോണാണ് പ്രൊഡ്യൂസ് ചെയ്യുക. അപ്പോൾ നമുക്കത് ഭയങ്കരമായിട്ടുള്ള സന്തോഷം, ആനന്ദം, ഒരു പ്ലഷർ സ്റ്റേറ്റിലാണ് നമ്മൾ എത്തുക. അപ്പം ആരാണ് സന്തോഷം ആഗ്രഹിക്കാത്തത്? ഈ സന്തോഷം കിട്ടാനായിട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പിന്നെ ഇത് ഉപയോഗിക്കാൻ തുടങ്ങും. എന്നാൽ ഇതേ സന്തോഷം നമുക്ക് നാച്ചുറലി കിട്ടും. നമ്മളതിന് വേണ്ടി വർക്കൗട്ട് ചെയ്യണം. അല്ലെങ്കിൽ നിങ്ങളൊരു അരമണിക്കൂർ ഓടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ബോഡിയിൽ കുറേ സെറോട്ടോണിൻ പ്രൊഡ്യൂസ് ചെയ്യും, കുറേ ഡോപ്പമിൻ പ്രൊഡ്യൂസ് ചെയ്യും. പക്ഷേ ശരീരം പണിയെടുത്താൽ മാത്രം നമ്മുടെ ബോഡി നമുക്ക് തരുന്ന റിവാർഡ് ഹോർമോൺസാണ് അതൊക്കെ. അത് നമ്മൾ ആർട്ടിഫിഷ്യലി ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന എല്ലാ ഭവിഷ്യത്തും ഇത്തരം ഡ്രഗ്സൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോഡിക്കും നമ്മുടെ ബ്രെയിനിലും ഉണ്ടാവും.